സിദ്ദീഖ് ഇപ്പോഴും മുങ്ങി നടക്കുകയാണ് ഗൈസ്. ഞാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാരത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സിദ്ദീഖ് മുൻപ് അയച്ച ഒരു വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ആ ഒരു ചാറ്റിന്റെ ഭാഗമാണ് ഈ സ്റ്റോറി ഇട്ടേക്കുന്നത്. എന്തായാലും ആ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാതെ. എവിടെയാണ് നീ? അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. എനിക്ക് പുതിയ റീൽസ് ഒക്കെ അയച്ചു തരണേ. ഇക്കായ്ക്ക് എത്ര റീൽസ് വേണം? എനിക്ക് റീൽസ് ഒക്കെ അയച്ചു തരണേ. ഇങ്ങോട്ട് നോക്കി. ഹായ് മോളെ. ഹായ് മോളെ എന്നൊക്കെ വെച്ചിട്ടാണ്. ഇത് 2021 ഒക്ടോബർ 5 വന്ന സാധനമാണിത്. പുള്ളി ഇപ്പോഴും സ്റ്റിൽ ഒരു കുഴപ്പവും ഇല്ല. നമ്മളാദ്യം വിചാരിച്ചത് മറ്റേ 10 കൊല്ലം മുമ്പുള്ള കേസാണ്. ഇപ്പൊ നന്നായി കാണുന്നത്. എവിടുന്ന് ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും പുള്ളി പിടിച്ചേക്കുന്നത്. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. കേട്ടു നോക്കാം. ദാറ്റ് ഫേമസ് ആക്ടർ വൺ ആസ്ക് മീ, നീ എന്താ ഫിലിമിൽ ട്രൈ ചെയ്യാത്തത്? നീ എറണാകുളം വാ, നിനക്ക് ഞാൻ ഒരു റോള് സെറ്റാക്കി തരാം. എനിക്ക് അപ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് വൈബ് അടിച്ചു. ഐ സെഡ് ഫിലിമിൽ ആക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ സ്ലോലി ഞാൻ റിപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കി. എല്ലാ കോഴികൾക്കും തുടക്കം, ഒരു ചാറ്റ് തുടങ്ങുമ്പോൾ ഒരു സിഗ്നേച്ചർ കാണും. അണ്ണന്റെ സിഗ്നേച്ചർ എന്താണെന്ന് വെച്ചാൽ ഹായ് മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അണ്ണൻ തുടങ്ങുന്നത്. എല്ലാ ഷൂട്ടിങ്ങിനും ഇതേ എന്ന് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തൊരു ചേഞ്ച്? ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം കണ്ട പുള്ളി എല്ലാരെയും ഈ മോളെ വിളിച്ചാണ് തുടങ്ങുന്നത്. നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര, രണ്ടുപേർ. ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ നടൻ സിദ്ദിഖ് രക്ഷപ്പെട്ടത് ഇന്നലെ പുലർച്ചെയെന്ന് സൂചന. പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? പാല പടമുകളിലെ വീട്ടിൽ സിദ്ദീഖ് ഉണ്ടായിരുന്നു എന്നുള്ളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. രാത്രിക്ക് ശേഷം അദ്ദേഹം മാറി എന്നുള്ളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയതും. അതിനിടയിലാണ് ഇന്നലെ പുലർച്ചെ 3:30 പടമുകൾ പാലച്ചുവട് ജംഗ്ഷനിൽ വെച്ച് സിദ്ദീഖിനെ കണ്ടു എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നത്. സ്വന്തം